കഴിഞ്ഞ 1.5 മാസത്തോളം വീട്ടിലിരുന്ന് ജോലി ചെയ്തതിന് ശേഷം ഞാനിന്ന് ഒരു സായാഹ്ന സവാരിക്ക് ഇറങ്ങിയതാണ്. ശൈത്യകാലമെല്ലാം മാറി വളരെ പ്രസരിപ്പോടുകൂടി സൂര്യൻ തെളിഞ്ഞു വന്നപ്പോൾ കൊറോണ എന്ന മഹാവിപത്തിനെ എങ്ങനെ നേരിടുമെന്ന് തലപുകഞ്ഞ് ആലോചിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളും അതുപോലെ തന്നെ ഭരണാധികാരികളും. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിലാണ്. യൂറോപ്യൻ ട്രാവൽ സീരീസിലെ 3ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് എങ്ങനെ നമുക്ക് ട്രാവൽ അഗ്രിഗേറ്റർ വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് വളരെ ചുരുങ്ങിയ ചെലവിൽ ടിക്കറ്റ് കരസ്ഥമാക്കാം എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് ഷെങ്കൻ വിസയ്ക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഒരു ഇൻഷുറൻസ് കരസ്ഥമാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് എങ്ങനെ വാങ്ങാം എന്നുള്ളതാണ്. ഷെങ്കൻ വിസയ്ക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രധാനമായി കൊടുക്കേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് ട്രാവൽ ഇൻഷുറൻസ്. എന്നാൽ പലപ്പോഴും നമ്മൾ ട്രാവൽ ഇൻഷുറൻസിനെ പറ്റി വലിയ ഗ്രാഹ്യമില്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് എടുത്ത് യാത്ര ചെയ്യാറാണ് പതിവ്. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് ഏറ്റവും മികച്ച രീതിയിൽ പല രീതിയിലുള്ള ഇൻഷുറൻസുകൾ നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്ത് വാങ്ങാം എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള അഗ്രിഗേറ്റർ വെബ്സൈറ്റുകൾ പോലെ തന്നെയുള്ളൊരു വെബ്സൈറ്റാണ് policybazar.com. ആദ്യമേ തന്നെ പറയട്ടെ, എനിക്ക് ഈ വെബ്സൈറ്റുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിങ്ങുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഒരു അഗ്രിഗേറ്റർ വെബ്സൈറ്റ് തേടി നടന്നപ്പോൾ അതിൽ കണ്ടത് പോളിസി ബസാറാണ്. അതുകൂടാതെ തന്നെ ഒരിക്കൽ ഞാൻ പോളിസി ബസാറിൽ നിന്ന് ഒരു ട്രാവൽ ഇൻഷുറൻസ് വാങ്ങുകയും ചെയ്തിരുന്നു. ഈ ഒരു അനുഭവത്തിൻ്റെ പുറത്താണ് പോളിസി ബസാർ ഞാനിന്ന് പരിചയപ്പെടുത്താമെന്ന് തീരുമാനിച്ചത്. നമ്മൾ പോളിസി ബസാർ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ഇൻഷുറൻസ് സെലക്ട് ചെയ്യാൻ കഴിയും. ട്രാവൽ ഇൻഷുറൻസ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ട്രാവൽ ഇൻഷുറൻസിന്റെ കവറേജ് ഏതൊക്കെ ഏരിയയിലാണ് നമുക്ക് കവറേജ് ഉള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൂടാതെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു അഡ്വഞ്ചറസ് സ്പോട്ട് അതുപോലുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അതുകൂടി കവർ ചെയ്യുന്ന, സാധാരണയായി നമ്മൾ സ്കീയിങ് അതുപോലെ തന്നെ സാഹസിക വിനോദങ്ങളെല്ലാം തന്നെ ചെയ്യുമ്പോൾ അതുകൂടെ കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് എടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 30,000 യൂറോ വരെ വിലയുള്ള ഒരു ഇൻഷുറൻസ് ആണ് ഷെങ്കൻ വിസയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടത്. നമ്മൾ പോളിസി ബസാറിൽ പോയി കഴിഞ്ഞാൽ ഷെങ്കൻ വിസയ്ക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ഇൻഷുറൻസ് സെക്ഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഷെങ്കൻ വിസ ഇൻഷുറൻസിന്റെ പേജിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കും. നമ്മൾ ഷെങ്കൻ വിസ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഏതൊക്കെ രാജ്യങ്ങളാണ് നമ്മൾ സന്ദർശിക്കുവാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഏജ്, അതുപോലെ തന്നെ ട്രാവൽ പ്ലാൻ, അതായത് നമ്മൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തീയതികൾ എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പോളിസി ബസാറിൽ നമുക്ക് ഏറ്റവും മികച്ച ഒരു കോട്ട് ലഭിക്കുന്നതാണ്. പോളിസി ബസാറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ധാരാളം ഇൻഷുറൻസ് കമ്പനികളുടെ ധാരാളം വിവിധ തരത്തിലുള്ള പോളിസികൾ നമുക്ക് കമ്പയർ ചെയ്ത് വാങ്ങുവാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ഞാൻ പറയുന്നത്, ഒരിക്കലും നിങ്ങൾ പോളിസി ബസാറിൽ പോയി തന്നെ ഇൻഷുറൻസ് വാങ്ങുക എന്ന് ഉദ്ദേശമില്ല. ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത് നമുക്ക് പല രീതിയിലുള്ള ഇൻഷുറൻസുകളുടെ ഒരു കമ്പാരിസൺ റിപ്പോർട്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു കോട്ടും നമുക്ക് ലഭിക്കും. എന്നാൽ അതുപയോഗിച്ച് നമുക്ക് നമ്മുടെ വീടിനടുത്തുള്ളതോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള മറ്റ് ഇൻഷുറൻസ് ഏജന്റുമാരുമായിട്ടോ നമുക്ക് നന്നായി നെഗോഷിയേറ്റ് ചെയ്ത് ബാർഗെയിൻ ചെയ്ത് നല്ലൊരു തുകയുടെ ഇൻഷുറൻസ് വാങ്ങുവാൻ സാധിക്കും. അതുകൂടാതെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും മികച്ച ഇൻഷുറൻസ് കമ്പനികളുടെ ഇൻഷുറൻസ് തന്നെ എടുക്കണം, അല്ലെങ്കിൽ ക്ലെയിം ഇനത്തിൽ നമുക്ക് ചിലപ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കാം. ഗവൺമെന്റ് ഇൻഷുറൻസ് കമ്പനികളുടെയും എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസികൾ പോളിസി ബസാറിൽ ലഭ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തുടർന്നുള്ള വീഡിയോകൾ കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ഐക്കൺ അമർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി തുടർന്നുള്ള വീഡിയോകളിൽ നമ്മൾ കാണുവാൻ പോകുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ് യൂറോപ്പിൽ നമുക്ക് ഏറ്റവും ചെലവ് ചുരുക്കി യാത്ര ചെയ്യാൻ കഴിയുന്നത്, അതിനുള്ള ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺസ് ആണ് ഇനി തുടർന്നുള്ള വീഡിയോസിൽ വരുവാൻ പോകുന്നത്. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.